എന്താണ് പോലീസ് സേനയിലെ ആത്മഹത്യ കൂടുന്നതിന് കാരണം? പ്രേക്ഷകരിൽ പലർക്കും പല ഉത്തരങ്ങളും മനസ്സിലേക്ക് വരുന്നുണ്ടാകും. പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളെക്കുറിച്ച് നിങ്ങളുടെ സുഹൃത്തുക്കളായ പോലീസുകാർ ഒരുപക്ഷെ പറഞ്ഞിട്ടുമുണ്ടാകും. ഞെട്ടിക്കുന്ന കണക്കാണ്. 69 പേർ ജീവൻ വെടിഞ്ഞു എന്ന് പറയുമ്പോൾ ആത്മഹത്യകളെക്കുറിച്ച് ശാസ്ത്രീയ പഠനങ്ങൾ എന്തുകൊണ്ടാണ് ഇനിയും സേനയ്ക്കുള്ളിൽ നടത്താത്തത് എന്ന ചോദ്യം അവിടെ നിൽക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ സമ്മർദ്ദം കുറയ്ക്കാനുള്ള നടപടികൾ അത് പ്രഖ്യാപിക്കുന്നതല്ലാതെ ആ നടപടിയിലേക്ക് കടക്കാൻ ഇനിയും വൈകുന്നത് എന്തുകൊണ്ടാണ്? 6 മണിക്കൂർ വരെ ജോലി ചെയ്യേണ്ട സാഹചര്യം മിക്ക പോലീസ് സ്റ്റേഷനുകളിലുമുണ്ട്. 16 മണിക്കൂർ വരെയുള്ള തുടർച്ചയായ ജോലി അത് നമുക്ക് തന്നെ ആലോചിച്ചു കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഡ്യൂട്ടി സമ്പ്രദായം പരിഷ്കരിക്കണമെന്ന് പോലീസ് അസോസിയേഷനും ഓഫീസേഴ്സ് അസോസിയേഷനും ഒക്കെ വർഷങ്ങളായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അത് നടപ്പായിട്ടില്ല എന്നതാണ് വാസ്തവമെന്ന് നമുക്കറിയാം. കേരള പോലീസ് ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗം ജോബിയോട് ഇക്കാര്യങ്ങൾ നമ്മൾ ചോദിച്ചു. നമുക്ക് ജോബിക്ക് പറയാനുള്ളത് എന്താണ് എന്ന് കേൾക്കാം. ആത്മഹത്യയുടെ കാരണങ്ങൾ സംഘടനാപരമായിട്ടൊരു പരിശോധന നടത്തിയതിൽ അമിത മദ്യപാനം, അതുപോലെ തന്നെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മയുള്ള ഒരു ജീവിതം, ഇതൊരു കാരണമായിട്ട് സംഘടനാപരമായിട്ടുള്ളൊരു പരിശോധന നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ജോലി സമ്മർദ്ദം മൂലമുള്ള ആത്മഹത്യകളും പോലീസിനുള്ളിലെ ചെറിയ ശതമാനം ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇതാണ് ആത്മഹത്യയുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ സംഘടനാപരമായിട്ടൊരു പരിശോധന നടത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിച്ചത്. ആ രൂപത്തിലേക്കുള്ള ഈ സമൂഹത്തിലെ എല്ലാ രൂപത്തിലേക്കുമുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുമ്പോൾ ജോലിപരമായിട്ടുള്ള സമ്മർദ്ദങ്ങളും പോലീസ് ഉദ്യോഗസ്ഥരിലെ ഉണ്ടാക്കുന്നുണ്ട്. അത് അംഗസംഖ്യയുടെ കുറവും വലിയ ഒരു കാരണവുമാണ് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ അസോസിയേഷന്റെ ഭാരവാഹി പറയുന്ന കാരണം നമ്മൾ കേട്ട് കഴിഞ്ഞു. ജോലിസ്ഥലത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകാം, മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദമുണ്ടാകാം, പൊതുസ്ഥലങ്ങളിൽ കീഴുദ്യോഗസ്ഥരെ വഴക്ക് പറയുന്നത്, ജോലിസ്ഥലവും വീടും തമ്മിലുള്ള അകൽച്ച, സഹപ്രവർത്തകരുടെ സഹകരണക്കുറവ്, അമിതമായ ജോലിഭാരം, ഇതൊക്കെ പലപ്പോഴും പല മനുഷ്യരെയും അലട്ടുന്നതായി അവർ പറയാറുണ്ട്. എങ്കിൽ പോലും പോലീസ് സേനയ്ക്കുള്ളിൽ ഈ പ്രശ്നങ്ങൾ അവർക്ക് നേരിടുന്നുണ്ടോ? ഇതാണോ അവരുടെ പ്രധാന ജോലി സമ്മർദ്ദം? പോലീസുകാർക്ക് പറയാനുള്ളത് എന്താണ് എന്ന് അവരുടെ ഭാഗം കൂടി കേട്ടതിന് ശേഷം നമുക്കത് അറിയേണ്ടതുണ്ട്. ഇപ്പോൾ അസോസിയേഷന്റെ പ്രതികരണം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് പോകേണ്ടത് ടി വി പ്രസാദിലേക്കാണ്. ഗുഡ് ഈവനിങ് ടി വി പ്രസാദ്. നമ്മളെപ്പോഴും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന വീഴ്ചകൾ എണ്ണി പറയാറുണ്ട്. പക്ഷേ ഇന്നത്തെ ദിവസം നമ്മൾ അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അത് എത്രത്തോളം അവരെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് എന്നതുകൂടി പരിശോധിച്ചു പോവുകയാണ്. 69 പേർ ജീവൻ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നതിന് പിന്നിൽ ആത്മഹത്യ ഒരിക്കലും നമ്മൾ അതൊരു ശരിയായ മാർഗമാണെന്ന് പറയുന്നില്ല. ആത്മഹത്യയുടെ വഴിയെ ആരും പോവാതിരിക്കുക എന്നത് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തൊക്കെയാണ് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ? അതിനായി ഇടപെടുമെന്ന് പറയുന്നവർ ഒരു സർക്കുലറിൽ ആ ഇടപെടൽ ഒതുക്കുകയാണോ പ്രസാദ്? ഗുഡ് ഈവനിങ് സുജയ പറഞ്ഞതുപോലെ ഏറെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. കേരളീയ സമൂഹം ഒരു പ്രതിവിധി കണ്ടെത്തേണ്ട വിഷയവും തന്നെയാണ്. സാധാരണഗതിയിൽ നമ്മുടെ സമൂഹത്തിൽ ആത്മഹത്യകൾ ഒരുപാട് നടക്കാറുണ്ട്. പക്ഷേ അതിന്റെ ശരാശരി എടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആത്മഹത്യ ചെയ്യുന്ന ഒരു തൊഴിലിടം അത് പോലീസിൽ നിന്നാകുന്നു എന്നുള്ളതാണ് ഗുരുതരമായ ഒരു കാര്യം. സാമ്പത്തിക പ്രശ്നങ്ങളും കുടുംബ പ്രശ്നങ്ങളും എല്ലാം പറയുമ്പോഴും ഈ 4 വർഷത്തെ കണക്ക് പരിശോധിക്കുമ്പോൾ 69 പേരിൽ ഏതാണ്ട് 29 പേരും ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് വിഷാദ രോഗത്തിന്റെ ഭാഗമായിട്ടും ഒപ്പം ജോലി സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ടുമാണ് എന്നുള്ളതാണ്. നേരത്തെ അസോസിയേഷൻ ഭാരവാഹി സൂചിപ്പിച്ചതുപോലെ പണ്ടേ ഉള്ള സ്റ്റാഫ് പാറ്റേൺ ആണ് ഇന്നും പോലീസിൽ തുടരുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല എവിടെയും എന്ത് പ്രശ്നമുണ്ടായാലും നമ്മൾ ആദ്യം ചോദിക്കുന്നത് പോലീസ് എത്തിയോ എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ പോലീസ് എത്തണമെങ്കിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും അതിനു മാത്രമുള്ള സ്ട്രെങ്ത് ഉണ്ടാകണം. പക്ഷേ അങ്ങനെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് മറുപടി. ആകെയുള്ള വളരെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് എന്നുള്ളിടത്താണ് ഇതിന്റെ പ്രശ്നം ഉണ്ടാകുന്നത്. AKG സെന്ററിൽ ബോംബാക്രമണം നടന്നതിന് ശേഷം ഇന്നും AKG സെന്ററിന് മുന്നിൽ പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ പോലീസ് പ്രൊട്ടക്ഷൻ എന്നുള്ളത് സാധാരണ പൊതുജനങ്ങൾക്ക് കിട്ടേണ്ട സേവനമാണ് ഇല്ലാതാകുന്നത്. നേരത്തെ മുഖ്യമന്ത്രി വലിയ പോലീസ് അകമ്പടിയോടുകൂടി പോകുന്നത് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ളതാണ്. ആ പോലീസ് അകമ്പടി എന്നുള്ളത് പൊതുജനത്തിന് കിട്ടേണ്ട സേവനമാണ്. സ്വാഭാവികമായും പോലീസ് സ്റ്റേഷനിൽ ഉൾപ്പെടെ വിഹിതം വെച്ച് ഡ്യൂട്ടി ചെയ്യേണ്ട ജോലിയാണ് അവിടേക്കും പോകുന്നത്. അതുപോലെ തന്നെ സമൂഹത്തിന്റെ പല തലങ്ങളിലും ഇത്തരത്തിൽ ഒരുപക്ഷെ അനാവശ്യമെന്ന് തോന്നിയേക്കാവുന്ന കാര്യങ്ങൾ പോലീസ് ഫോഴ്സിനെ ഉപയോഗിച്ച് ചെയ്യുന്നുമുണ്ട്. അതിൽ ഒരു കുറവും ഈ പോലീസ് നേതൃത്വം വരുത്താറുമില്ല. കാരണം രാഷ്ട്രീയ നേതൃത്വത്തെ, ഭരണ നേതൃത്വത്തെ ചൊടിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ അവരുടെ സംവിധാനത്തിന് കഴിയുകയുമില്ല. ഇതെല്ലാം വന്ന് ഏറ്റവും അവസാനം പോലീസ് സ്റ്റേഷനിലുള്ള സാധാരണ പോലീസുകാരന്റെ ചുമലിലേക്ക് ഭാരമായി വരുമ്പോഴാണ്
വലിയ തോതിലുള്ള വിഷാദ രോഗത്തിന് അവർ അടിമയാകുന്നതും അതിന്റെ ഭാഗമായുള്ള ജോലി സമ്മർദ്ദത്തിലേക്കെല്ലാം പോവുകയും ചെയ്യുന്നത്. പ്രസാദ് നോക്കൂ, ഇപ്പോൾ ഓരോ തൊഴിലിടത്തിനും ഒരു സമ്മർദ്ദം ഉണ്ടാകും. 4 വർഷത്തെ ഏറ്റവും കൂടുതൽ ടെൻഷനോടുകൂടി ജോലി ചെയ്യുന്ന ഒരു വിഭാഗമാണ് മാധ്യമപ്രവർത്തകർ. അതുപോലെ തന്നെയാണ് പോലീസുകാരും. തുടർച്ചയായി മണിക്കൂറുകളോളം ജോലി ചെയ്യേണ്ടി വരും. അതിനിടയിൽ കിട്ടുന്ന 1-2 ദിവസമായിരിക്കും അവർ ആ സമ്മർദ്ദങ്ങൾ മാറ്റിവെക്കുക. പോലീസുകാർക്ക് ആ സമ്മർദ്ദത്തെ അതിജീവിക്കാൻ കഴിയാത്ത തരത്തിൽ അവർ ബുദ്ധിമുട്ടുന്നു എന്ന് തിരിച്ചറിയുമ്പോഴും അത് പോട്ടെ, വിട്ടേക്കാം, സാരമില്ല എന്ന രീതിയിൽ അവഗണിച്ച് കളയുന്ന ഒരു പ്രവണത അതിപ്പോഴും നിലനിൽക്കുന്നുണ്ടോ നമ്മുടെ ഈ സേനാ സംവിധാനത്തിനുള്ളിൽ? പ്രസാദ്, സുജയ, നമ്മളിപ്പോൾ പരിശോധിച്ചത് 4 വർഷത്തെ കണക്ക് മാത്രമാണ്. അതായത് 2019 മുതൽ 23 വരെയുള്ള കണക്കുകളാണ് നമ്മൾ പരിശോധിച്ചത്. ഈ കണക്കുകളാണെങ്കിൽ ഔദ്യോഗികമായി കിട്ടിയത് നവംബർ മാസം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നടന്ന പോലീസിലെ ഒരു യോഗത്തിലാണ്. അതിലാണ് 69 എന്ന കണക്ക് വെറും 4 വർഷത്തെ. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 6 മാസത്തിനിടയിൽ നമ്മൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് സുജയ. പോലീസുകാരുടെ ആത്മഹത്യ, അതിനുശേഷവും മരണങ്ങൾ നടന്നിട്ടുണ്ട്. സുജയ സൂചിപ്പിച്ചതിലൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥരെ സമാധാനിപ്പിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് അതിൽ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അതല്ലെങ്കിൽ പോലീസ് മേധാവിയുടെ ഒരു സർക്കുലർ കൊണ്ട് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. പ്രസാദ്, ഇങ്ങനെ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു എന്ന് വ്യക്തമാക്കുകയായിരുന്നു ടി വി പ്രസാദ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണ് നമ്മുടെ മുന്നിലുള്ള പോംവഴി? അതിലേക്ക് കൂടി നമുക്ക് പോകണം. അതോടൊപ്പം നമുക്ക് ചുറ്റും കണ്ട ഏറ്റവും പുതിയ കാഴ്ചകൾ അത് ആശങ്കയുണ്ടാക്കുന്നതാണോ ആശാവഹമാണോ?